എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇത് വലിയൊരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. 2026 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി DA അലവൻസ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ 2026 ഏപ്രിൽ 22 ആണ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികപരമായിട്ടുള്ള മെമ്മോറാണ്ടം പുറത്തിറക്കിയിരിക്കുന്നത്. സാധാരണയായിട്ട് ഓരോ 6 മാസം കൂടുമ്പോഴുമാണ് DA പരിഷ്കരിക്കാറുള്ളത്. ഇത്തവണത്തെ 2% വർധനവ് 2026 ജനുവരി 1 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്നത്. ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പമാണ് പരിഷ്കരിച്ച DA ലഭിച്ചു തുടങ്ങുന്നത്. അതിനാൽ തന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ 3 മാസങ്ങളിലെ അധിക തുക കുടിശ്ശികയായിട്ട് ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. ശമ്പളത്തോടൊപ്പം തന്നെ ഈ ഒരു വലിയ തുക ഒരുമിച്ച് ലഭിക്കുന്നത് ജീവനക്കാർക്ക് വലിയ ആശ്വാസകരമാണ്. പ്രധാനമായിട്ടും ഇത് മുഖേന ലക്ഷ്യം വയ്ക്കുന്നത് ഏകദേശം 50.46 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും 68.27 ലക്ഷം പെൻഷൻകാരെയുമാണ് ഈ ഒരു തീരുമാനം നേരിട്ട് ബാധിക്കുന്നത്. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയാണ് DA കണക്കാക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും ജീവിത ചെലവ് വർദ്ധിക്കുന്നതും കണക്കിലെടുത്ത് ജീവനക്കാരുടെ വാങ്ങൽ ശേഷി നിലനിർത്തുവാനാണ് സർക്കാർ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ DA വർദ്ധിപ്പിക്കുന്നത്. 58% DA ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് 17,400 രൂപയായിരുന്നു. ഇപ്പോൾ 60% DA ആയപ്പോൾ ഇത് 18,000 രൂപയായിട്ട് വർദ്ധിക്കുന്നതാണ്. അതായത് പ്രതിമാസം 600 രൂപയുടെ വർധനവ് നിങ്ങളുടെ ശമ്പളത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇതുകൂടാതെ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള 3 മാസത്തെ കുടിശ്ശികയായിട്ടുള്ള 1,800 രൂപയും അധികമായിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ബേസിക് പേ എത്രത്തോളം കൂടുതലാണോ അതനുസരിച്ച് ഈ വർധനവും നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നതാണ്. 7ാം ശമ്പള കമ്മീഷൻ ജീവനക്കാർക്ക് മാത്രമല്ല പഴയ പേ സ്കെയിലിൽ തുടരുന്നവർക്കും സർക്കാർ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6th CPC പ്രകാരം ജോലി ചെയ്യുന്നവർക്ക് DA 257% നിന്ന് 262%, 5th CPC സ്കെയിലിലുള്ളവർക്ക് 474% നിന്ന് 483%ആയിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ നമുക്കിവിടെ ഈ ഒരു 2% വർധനവ് ചെറിയ തോതിലെങ്കിലും വിലക്കയറ്റത്തെ നേരിടുവാൻ ജീവനക്കാരെ സഹായിക്കുന്നതാണ്. ഏപ്രിൽ മാസത്തെ ശമ്പള ബില്ലുകൾ തയ്യാറാക്കുമ്പോൾ ഈ മാറ്റങ്ങൾ ഉൾപ്പെടുത്തുവാൻ എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.